മൂന്ന് മഹാസമുദ്രങ്ങളുടെ സംഗമങ്ങളുടെ പ്രഭി റാണിയെപ്പോലെ തിളങ്ങുന്ന നമ്മുടെ സൗത്ത് ഇന്ത്യക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ കന്യാകുമാരിയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇവിടുത്തെ സ്പെഷ്യൽ സൂര്യോദയവും ഗ്ലാസ് ബ്രിഡ്ജും വിവേകാനന്ദ പാറയും അതുപോലെ തന്നെ ചരിത്ര പ്രസിദ്ധമായ വട്ടക്കോട്ടൈ ഫോർട്ടും ഗാന്ധി മണ്ഡപവും ഉൾക്കൊള്ളുന്ന കന്യാകുമാരിയുടെ 10ലേറെ സ്പോട്ടുകൾ ഒറ്റ ദിവസം കൊണ്ട് കണ്ടുവരുന്ന ഒരു കന്യാകുമാരി കംപ്ലീറ്റ് ഗൈഡ് വീഡിയോ ആണിത്. ഇന്നത്തെ കന്യാകുമാരി ട്രിപ്പ് നമ്മുടെ തൃശ്ശൂർ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും ഈ കാണുന്ന മിന്നൽ ബസ്സിലാണ് ആരംഭിക്കുന്നത്. രാത്രി 9 മണിയോടുകൂടി എടുക്കുന്ന ഈ ബസ് പുലർച്ചെ 5 മണിയോടുകൂടി അവിടെ എത്തും. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമ്മുടെ സൺറൈസ് പോയിന്റിലേക്ക്. നമ്മൾ ബസ് ഇറങ്ങിയപ്പോൾ മുതൽ ആളുകളുടെ നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം വിചാരിച്ചത് ഇവിടുത്തെ അമ്പലത്തിലേക്ക് പോകാനുള്ള തിരക്കാണെന്ന്. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് നമ്മളെക്കാൾ മുന്നേ തന്നെ സൂര്യോദയം കാണാൻ എത്തിയവരാണ് ഈ കാണുന്ന എല്ലാവരും തന്നെ. വെളുപ്പാങ്കാലത്തെ ഈ തിരക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഏരിയയുടെ പ്രത്യേകത എത്രത്തോളം വലുതാണെന്ന്. കന്യാകുമാരി കാണാൻ എത്തുന്നവർ ഉറപ്പായി ഒരു 5:30 മുമ്പായി തന്നെ ഇവിടെ എത്തണം. ഒരു കാരണവശാലും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു സൺറൈസ് ആണ് ഇവിടുത്തത്. 5:30 മുമ്പായി തന്നെ എത്താൻ പറഞ്ഞ എന്തിനാന്നോ, സൂര്യോദയത്തിന് മുമ്പായി എത്തിയാൽ മാത്രം കാണുന്ന മറ്റൊരു കാഴ്ച ഇവിടെയുണ്ട്. ദാ ഈ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജിന്റെ ലൈറ്റിൽ തിളങ്ങി നിൽക്കുന്ന വിവേകാനന്ദ പാറയും തിരുവള്ളൂർ സ്റ്റാച്ചുവും അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ്. സൂര്യോദയം പോലെ കാണാൻ ഭംഗിയുള്ള മറ്റൊരു കാഴ്ചയാണ് ഇവിടുത്തെ ഫിഷിംഗ് കാഴ്ചകൾ. പിന്നെ എത്ര കണ്ടാലും മതി വരാത്ത തിരമാലയും. അങ്ങനെ നോക്കി ഇരിക്കുമ്പോൾ ദേ വരുന്നു ആയിരങ്ങളുടെ മുന്നിലേക്ക് രാജകീയമായി മന്ദം മന്ദം എഴുന്നള്ളുന്നു സൂര്യദേവൻ. ആ സ്ലോ മോഷൻ വരവാണ് ആളുടെ ഒരു ഹൈലൈറ്റ് തന്നെ. നമ്മൾ ഇതിനു മുമ്പ് സൂര്യോദയം കണ്ടിട്ടുണ്ടെങ്കിലും എവിടെയൊക്കെ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ദാ ഇവിടുന്ന് കാണുന്ന സൂര്യോദയം ഒന്നും വേറെ തന്നെയാണ്. അതിരുകളില്ലാതെ വിശാലമായ അറബിക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ഉൾക്കടലും സംഗമിക്കുന്ന ഈ കന്യാകുമാരിയുടെ മടിത്തട്ടിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്ന ഈ കാഴ്ചയാണ് കന്യാകുമാരിയെ റാണിയാക്കി മാറ്റുന്നത്. അത്യാവശ്യം ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ ഇവിടുന്ന് എടുത്ത് ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ അരുൾമികു ഭഗവതി അമ്മൻ ടെമ്പിൾ കാണാനാണ്. സൺറൈസ് പോയിന്റിന്റെ തൊട്ടടുത്താണ് ഈ സ്ഥലം. ഈ ക്ഷേത്രത്തിന്റെ ദർശന സമയം രാവിലെ 4:30 മുതൽ 12:30 വരെയും വൈകിട്ട് 4 മണി മുതൽ 8:30 വരെയുമാണ്. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ മുല്ലപ്പൂക്ക് ഇട്ട് അമ്പലത്തിൽ പോകാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ അതിനുള്ള മുല്ലപ്പൂ കടകളും ഇവിടെ കാണാം. അമ്പലത്തിൽ നിന്ന് നേരെ മുന്നോട്ട് പോയ ബോട്ട് ജെട്ടി കാണാം. ഇവിടെ നിന്നാണ് ഗ്ലാസ് ബ്രിഡ്ജിനും വിവേകാനന്ദ പാറയ്ക്കുമുള്ള ബോട്ട് ടിക്കറ്റ് എടുക്കുന്നത്. 8 മണിക്കാണ് ഈ കൗണ്ടർ ഓപ്പൺ ചെയ്യുന്നത്. സോ ഇതിനോട് ചേർന്നുള്ള ഹാർബറാണ് ഈ ടൈമിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഈ വഴിയെ കുറച്ച് നടന്നാൽ തന്നെ ഹാർബറിലെത്താം. ഹാർബറിന്റെ കാഴ്ചകൾ ആകെ ബഹളമയമാണ്. അതിവിടെ മാത്രമല്ല, എവിടെ പോയാലും അങ്ങനെ തന്നെ. ബോട്ടിലെത്തിയ മീനുകളെ തരംതിരിക്കലിനും വിൽക്കാനായി മാറ്റുന്നതുമാണ് ഇവിടുത്തെ തിരക്കിന് കാരണം. നല്ല ഫ്രഷ് മീനുകൾ ദാ ഇവിടെ എപ്പോഴും കാണാം. ഹാർബറിന്റെ ഒരു ഭാഗത്ത് ഫിഷിങ്ങിന്റെ ആദ്യഘട്ടമായ വല നെയ്തൽ പരിപാടിയാണ്. എത്ര ശ്രദ്ധയോടും അതിനേക്കാൾ ക്ഷമയോടുമാണ് ഓരോരുത്തരും വല നെയ്തെടുക്കുന്നത്. അത് കണ്ടിരിക്കാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഇവരുടെ ജീവിതമാർഗമാണ് ആ നെയ്തൊരുക്കുന്നത് മാത്രം. ഇവിടുന്ന് താഴെ തന്നെ മത്സ്യബന്ധനത്തിനായി ഒരുക്കി നിർത്തിയിരിക്കുന്ന ബോട്ടുകളുണ്ട്. ഓരോ ബോട്ടിലും ചെറിയ ചെറിയ ഗ്രൂപ്പായി മത്സ്യബന്ധന തൊഴിലാളികൾ ഒരുപാട് പ്രതീക്ഷയോട് പോകുന്ന കാഴ്ച ഇവിടെ നിന്നാ കാണാം. കടലിന്റെയും കടലിന്റെ മക്കളെയും തൊട്ടറിയുന്ന ഈ ഹാർബർ കാഴ്ചകൾ ഒന്ന് വേറെ തന്നെയാണ്. കന്യാകുമാരി ട്രിപ്പിൽ ഒരു എക്സ്പെൻസും ഇല്ലാതെ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്പോട്ട് കൂടിയാണ് ഈ ഹാർബർ ഏരിയ. ഹാർബറിൽ നിന്നാൽ തന്നെ തൊട്ടടുത്തായി ഒരു കത്തോലിക്ക പള്ളി കാണാം. പള്ളിയുടെ മുമ്പിലായിട്ടുള്ള വഴിയെ നടന്ന ബീച്ച് സൈഡിലേക്ക് എത്താം, പ്രത്യേകിച്ച് കടൽപ്പാലത്തിലേക്ക്. ഫോറിനേഴ്സ് ഒക്കെ യൂഷ്വലി ഈ കടൽപ്പാലത്തിൽ നിന്നാണ് സൺറൈസ് കാണാറ്. പിന്നെ വിവേകാനന്ദ പാറയുടെ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ ഫോട്ടോ പോയിന്റ് കൂടിയാണ് ഈ സ്ഥലം. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് എടുക്കാൻ പോവാം. 7:45 നമ്മളിവിടെ എത്തി. 8 മണിക്കാണ് ഓപ്പണിംഗ് ടൈം. ഓപ്പൺ ആകുന്നതിന് മുന്നേ തന്നെ ഇവിടെ നല്ല ക്യൂ ആയിരുന്നു. ഈ ബോട്ടിങ്ങിന് 2 ടൈപ്പ് ടിക്കറ്റ് ഉണ്ട്. കാഴ്ചകളൊക്കെ സെയിം ആണ്. വേഗം ടിക്കറ്റ് കിട്ടാനായിട്ട് സ്പെഷ്യൽ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. അവിടെ നമ്മൾ 300 രൂപയാണ് ഫീ അടയ്ക്കേണ്ടത്. പിന്നെയുള്ളത് നോർമൽ ടിക്കറ്റ് ആണ്, അതിന് 100 രൂപയും. പക്ഷെ മണിക്കൂറുകൾ ക്യൂ നിൽക്കണമെന്ന് മാത്രം. നമ്മൾ ഇന്ന് 1 ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് വന്നതുകൊണ്ട്
നമുക്ക് ക്യൂ നിൽക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ പോകാനായി സ്പെഷ്യൽ ടിക്കറ്റ് ചൂസ് ചെയ്തു. അതുകൊണ്ട് ക്യൂ നിൽക്കാതെ നമ്മുടെ ബോട്ടിനടുത്തെത്താനായി. എന്റെ ഒരു ഒപ്പീനിയനിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ വെയിലിന്റെ ബുദ്ധിമുട്ടില്ലാതെ കാണാൻ ഈ ഫസ്റ്റ് ട്രിപ്പിൽ തന്നെ പോകാൻ നോക്കണം. ഇനി നമ്മൾ ബോട്ടിനുള്ളിലേക്ക് കയറുകയാണ്. ബോട്ടിൽ കയറുന്നതിന് മുമ്പായി തന്നെ എല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടാണ് ബോട്ടിലിരിക്കുന്നത്. അങ്ങനെ സൺറൈസ് ടൈമിൽ കണ്ട വിവേകാനന്ദ പാറയും ഗ്ലാസ് ബ്രിഡ്ജും തിരുവള്ളൂർ സ്റ്റാച്ചുവിന്റെ ഒക്കെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അകലെ കണ്ട ആ വിസ്മയം കയ്യെത്തും ദൂരെ എത്താൻ പോകുന്നതിന്റെ ഒരു ആവേശമായിരുന്നു എല്ലാവരുടെയും മുഖത്ത്. ഹാർബറിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വെറും 500 മീറ്ററിന് ദൂരമേ ഉള്ളൂ. കാത്തിരുന്ന് മുഷിപ്പിക്കാതെ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വിവേകാനന്ദ പാറയ്ക്കരികിലെത്തി. ഇവിടേക്കുള്ള എൻട്രി ഫീ ആയി 30 രൂപ ടിക്കറ്റ് എടുത്ത് വേണം നമുക്ക് അകത്ത് കിടക്കാൻ. ഇവിടെ അകത്തേക്ക് ചെരുപ്പോ ഷൂ ഒന്നും കയറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ കാണുന്ന കൗണ്ടറിൽ ഫ്രീ ആയി നമുക്ക് നമ്മുടെ ചെരുപ്പുകൾ സൂക്ഷിക്കാവുന്നതാണ്. ഇതാണ് വിവേകാനന്ദ പാറ. ഈ പാറയുടെ മുകളിലായി സ്വാമി വിവേകാനന്ദന്റെ മണ്ഡപമാണുള്ളത്. 1892 ഡിസംബർ 23 തൊട്ട് 25 വരെ സ്വാമി വിവേകാനന്ദൻ ഇവിടെ ധ്യാനിച്ചിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. സ്വാമിജിയുടെ പ്രതിമയും ധ്യാനമണ്ഡപവും ഉൾക്കൊള്ളുന്ന ഈ കെട്ടിടവും കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ ശ്രീപാദ മണ്ഡപവുമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകൾ. ഇനി നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോവാം. എൻട്രൻസിലായി തന്നെ ആനകളുടെ പ്രതിമയാണ് നമ്മളെ വരവേൽക്കുന്നത്. 10 മീറ്റർ വീതിയിൽ 77 മീറ്ററോളം നീളമുള്ള ഈ ഗ്ലാസ് ബ്രിഡ്ജ് 37 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച ഒരു ഉഗ്രൻ നിർമ്മിതി തന്നെയാണ്. 2024 ഡിസംബർ മുതലാണ് ഇത് സഞ്ചാരികൾക്കായി തുറന്നു കൊടുക്കപ്പെട്ടത്. വിവേകാനന്ദ പാറയെയും തിരുവള്ളൂർ പ്രതിമയെയും ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് ആണ് ഈ കാണുന്നത്. അത്ര ഉയരമൊന്നും ഇല്ലെങ്കിലും താഴെയുള്ള കടലും നോക്കി മെല്ലെ നടക്കുമ്പോൾ എല്ലാവരുടെ മുഖത്തും കൗതുകവും ആകാംക്ഷയൊക്കെ ആയിരുന്നു. ഒപ്പം തെല്ല് ഭയവും. എന്തൊക്കെയായാലും ഇത് എല്ലാവർക്കും മോസ്റ്റ് മെമ്മറബിൾ മൊമെന്റ് തന്നെയായിരിക്കും. അങ്ങനെ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ് ഒക്കെ കടന്ന് തിരുവഞ്ചൂർ സ്റ്റാച്ചുവിന്റെ അടിയിലെത്തി. ഇവിടുന്ന് കുറച്ച് സ്റ്റെപ്പുകൾ കയറിയാലാണ് പ്രതിമയുടെ അടുത്തെത്താനാവുക. ഇതാണ് മുകളിലെത്തിയാൽ കാണുന്ന വ്യൂ. ഈ കാണുന്നതാണ് തമിഴ് കവിയും തത്വചിന്തകനുമായ തിരുവള്ളൂരിന്റെ 133 അടി ഉയരമുള്ള പ്രതിമ. തിരുക്കുറലിലെ 133 അധ്യായങ്ങളെ സൂചിപ്പിക്കുന്നതാണ് ഈ പ്രതിമയുടെ മൊത്തം ഉയരം. ഏകദേശം 6 കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ച 41 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ 2000-ലാണ് പ്രതിഷ്ഠിക്കപ്പെട്ടത്. 7000-ഓളം ടൺ ഗ്രാനൈറ്റ് ആണ് ഇതിനായി യൂസ് ചെയ്തത്. സ്റ്റാച്ചു ഓഫ് വിസ്ഡം എന്നാണ് ഈ പ്രതിമ അറിയപ്പെടുന്നത്. ഇവിടെ നിന്നാൽ കന്യാകുമാരിയുടെ തീരപ്രദേശത്തിന്റെ ഭംഗി മുഴുവനായും കാണാനാവും. കൂടാതെ നമ്മൾ വന്ന ഫെറി അടുത്ത ഗ്രൂപ്പിനെ കൊണ്ടുവരുന്നതും കാണാം. വെയിൽ കനത്താൽ ഈ കാഴ്ചകളും നടപ്പും എല്ലാം കുളവാകും. അതാണ് ആദ്യ ട്രിപ്പ് തന്നെ പ്രിഫർ ചെയ്യണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞത്. തിരിച്ചിറങ്ങി ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടിയിൽ നിന്ന് ഒന്നുകൂടെ സ്റ്റാച്ചുവിലേക്ക് നോക്കി. മാനം മുട്ടി നിൽക്കുന്ന ആ സ്റ്റാച്ചുവിന്റെ യഥാർത്ഥ ഭംഗി ഇപ്പോഴാണ് മനസ്സിലാകുന്നത്. എന്തോ ഒരുപാട് കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ സന്തോഷത്തോടെ ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ തിരിച്ച് ബോട്ടിലേക്ക് എത്തി. അങ്ങനെ ട്രിപ്പൊക്കെ കഴിഞ്ഞ് 9:00 തന്നെ നമ്മൾ ഹാർബറിലേക്ക് മടങ്ങിയെത്തി. ഇതുവരെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ടൈം കിട്ടിയില്ല. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാവാം യാത്ര. അതിനായി ആദ്യം കണ്ട അമ്മൻ ടെമ്പിൾ ഇല്ലേ, അതിനടുത്തുള്ള ശരവണ ഭവനിലേക്കാണ് ബ്രേക്ക്ഫാസ്റ്റിനായി പോകുന്നത്. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് 10:15 സുചീന്ദ്രൻ ടെമ്പിളിലേക്കാണ് നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത്. ഇവിടുന്ന് ഒരു അരമണിക്കൂർ ദൂരമുണ്ട് അങ്ങോട്ടേക്ക്. ബസ്സിന് കാത്തു നിന്ന് സമയം കളയാതെ ഇവിടെ തന്നെയുള്ള ഒരുപാട് ഓട്ടോ സർവീസുകൾ ഉണ്ട്. അതിൽ കയറിയാണ് ഇനി നമ്മുടെ യാത്ര. നല്ല കത്തി റേറ്റ് പറയുമെങ്കിലും നമ്മൾ നല്ല വില പേശി റേറ്റ് ഫിക്സ് ചെയ്ത് വേണം പോകാനെന്ന് മാത്രം. ഇതാ അങ്ങനെ 10:45 നമ്മുടെ ഓട്ടോ കറക്റ്റ് പ്ലേസിൽ എത്തിയിരിക്കുകയാണ്. സുചീന്ദ്രം താണുമലയാൻ ക്ഷേത്രം. ദ്രാവിഡ ശൈലിയിലെ വാസ്തുവിദ്യ രീതിയിൽ ഒരുപാട് പ്രാധാന്യമുള്ള ഒരു ഭംഗിയുള്ള ഒരു ക്ഷേത്രമാണിത്. 7 നിലകളിലായി 134 അടി ഉയരത്തിലുള്ള വെളുത്ത ഗോപുരവും 22 അടി ഉയരമുള്ള ഹനുമാന്റെ ഒറ്റ ഗ്രാനൈറ്റിൽ തീർത്ത പ്രതിമയും അടക്കം ഒരുപാട് ആകർഷകമായ കൊത്തുപണികളാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ് തുടങ്ങി 3 പ്രതിഷ്ഠകളെ ഒരുമിച്ച് ആരാധിക്കുന്ന ഇന്ത്യയിലെ ചുരുക്ക ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഇവിടുത്തെ പ്രധാന ആഘോഷ ദിവസങ്ങളിൽ ഉപയോഗിക്കുന്ന രഥവും ഇവിടെ കാണാം. കൂടാതെ നല്ല വലിപ്പമുള്ള ഒരു അമ്പലക്കുളവും കൂടി ഇവിടെയുണ്ട്. അമ്പലക്കുളത്തിന് സൈഡിലായി ഒരു അഗ്രഹാരങ്ങളുടെ ഏരിയ ആണ്. ഈ ഒരു പീസ്ഫുൾ ആയ ഒരു ഏരിയ തമിഴ് ഫിലിമുകളുടെ ഇഷ്ട ലൊക്കേഷനാണ്. അമ്പലത്തിനുള്ളിലേക്ക് കയറി ഒരുപാട് കാണാനുണ്ടെങ്കിലും അങ്ങോട്ടേക്ക് ഫോട്ടോഗ്രാഫി അനുവദീനമല്ല.
എങ്കിലും ഈ ഒരു ഏരിയ ഫോട്ടോ ഫ്രെയിമിന് പറ്റിയൊരു ഏരിയയാണ്. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുന്ന് നമ്മൾ നേരെ വട്ടക്കോട്ടെ ഫോർട്ടിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴി തന്നെ കണ്ട ഒരു ടെമ്പിൾ ആണിത്. ശ്രീ ശ്രുദ്ധിയ സായിബാബ അനന്ത ആലയമാണിത്. ഈ ഒരു ടെമ്പിൾ പൊറ്റേടി സൗത്ത് താമരക്കുളം എന്ന സ്ഥലത്താണുള്ളത്. ഒരുപാട് സ്റ്റെപ്പുകൾക്ക് മുകളിലായി അതിമനോഹരമായ ഒരു ക്ഷേത്രമാണിത്. മുഴുവനും വെള്ള പെയിന്റിൽ ദക്ഷിണേന്ത്യൻ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം. അകത്ത് ഷിർദി ബാബയെ നേരിട്ട് കാണുന്ന തരത്തിലുള്ള പ്രതിമയാണുള്ളത്. നമ്മൾ ഇതിന്റെ ഉള്ളിലേക്കൊന്നും കയറുന്നില്ല. പുറമേ നിന്നുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ വീണ്ടും നമ്മുടെ യാത്ര തുടരുകയാണ്. താല്പര്യമുള്ളവർക്ക് ഇവിടെ അരമണിക്കൂറോളം സ്പെൻഡ് ചെയ്താലും നമ്മുടെ വൺ ഡേ ട്രിപ്പ് പ്ലാനുകൾക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. അങ്ങനെ നമ്മൾ വട്ടക്കോട്ടെ ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരാൾക്ക് 25 രൂപയുടെ എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് നമുക്ക് അകത്തേക്ക് കിടക്കാം. ഇവിടുത്തെ പ്രവേശന സമയം രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ്. ഈ കാണുന്നതാണ് കോട്ടയുടെ കാഴ്ചകൾ. ഒരുപാട് ചരിത്രപ്രധാനമായ ഒരു കോട്ടയാണിത്. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയുടെ നിർമ്മിതിയാണിത്. ഈ ഫോർട്ട് ഇന്ത്യൻ ആർക്കിയോളജിയുടെ കീഴിലായതുകൊണ്ട് അകത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് പറ്റുന്ന പോലെ പുറത്തെ കാഴ്ചകളൊക്കെ നമ്മൾ ക്യാമറയിൽ പകർത്താനേ കഴിഞ്ഞുള്ളൂ. 25 അടി ഉയരമുള്ള ഈ ഫോർട്ട് പൂർണ്ണമായും കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ചതാണ്. ഇതിനുള്ളിലൂടെ പത്മനാഭപുരം കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരു രഹസ്യ തുരങ്കം പോലും ഉണ്ടത്രേ. കണ്ടാൽ പേരുപോലെ വട്ടത്തിലാണെന്ന് തോന്നുമെങ്കിലും സത്യത്തിൽ ഇത് ദീർഘചതുരാകൃതിയിലാണ്. ഏകദേശം 3.5 ഏക്കറോളം സ്ഥലത്താണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാഴ്ചകളും. ഇവിടെ നിന്ന് നേരെ പോകുന്നത് മായാപുരി വണ്ടർ വാക്സ് മ്യൂസിയത്തിലേക്കാണ്. ഈ കാണുന്നതാണ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാക്സ് മ്യൂസിയം. ഇവിടെ ഒരുപാട് പേര് നമ്മളെ കാത്തു നിൽപ്പുണ്ട്. ആദ്യം തന്നെ നമ്മളെ വരവേൽക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ലീഡർ ഉമ്മൻചാണ്ടി സാറാണ്. പിന്നെ അങ്ങോട്ടേക്ക് നീണ്ട നിരയാണ്. സംഗീത പ്രതിഭ MS സുബ്ബലക്ഷ്മി, കൂടാതെ രാഷ്ട്രീയ നേതാക്കൾ, ബോളിവുഡ് താരങ്ങൾ, ഗാന്ധിജി, പോപ്പ്, മദർ തെരേസ, കായിക താരങ്ങൾ എന്നിങ്ങനെ ലോകശ്രദ്ധ നേടിയ ഒരുവിധം ആളുകളെ ഒരുമിച്ച് നേരിട്ട് കണ്ടുപോരുന്ന ഒരു അനുഭവമാണിവിടെ. കാരണം അത്രയും പെർഫെക്ഷൻ ആണ് ഓരോരുത്തരിലും, അത് പറയാതെ വയ്യ. ഈ ഒരു മ്യൂസിയത്തിലെ മൺമറഞ്ഞുപോയ നമ്മുടെ പ്രിയപ്പെട്ടവരെ നേരിട്ട് കണ്ടുപോരുന്ന ഒരു സന്തോഷമായിരിക്കും ഇവിടെ വരുന്ന എല്ലാവർക്കും. പല മ്യൂസിയങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊരു വേറിട്ട അനുഭവം തന്നെയാണ്. അരമണിക്കൂറൊക്കെ സ്പെൻഡ് ചെയ്യാവുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇതിന് തൊട്ടടുത്തായിട്ടാണ് 3D ആർട്ട് ഗാലറി ഉള്ളത്. ഒരുപാട് 3D ലൈവ് തോന്നിപ്പിക്കുന്ന വിധം ഇമേജുകളാണ് ഇവിടെ മുഴുവനും. ഒത്തിരി അത്ഭുതത്തോടെ ആവും ഇതിലൂടെ കടന്നു പോവുക, പ്രത്യേകിച്ച് കുട്ടികൾ. ഇതുകൂടാതെ ഇവിടെ ഒരുക്കിയിരിക്കുന്ന മറ്റു 2 എന്റർടൈൻമെന്റുകളാണ് ഡാഷിംഗ് കാറും VR അഡ്വഞ്ചേഴ്സും. ഇതിനൊക്കെ ഏകദേശം 15 മിനിറ്റ് ആണ് ഓരോന്നിനും ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ ആക്ടിവിറ്റീസുകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ഒരു പള്ളിയിലേക്കാണ്. പെട്ടെന്ന് കണ്ടാൽ വേളാങ്കണ്ണി പള്ളിയെ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു വെളുത്ത പള്ളി. മോചനദ്രവ്യത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന അവർ ലേഡി ഓഫ് റാൻസം ചർച്ചാണിത്. അറബിക്കടലിനെ ഫേസ് ചെയ്തിരിക്കുന്ന ഈ പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. 18-ാം നൂറ്റാണ്ടിൽ റോമിൽ നിന്ന് കൊണ്ടുവന്ന മാതാവിന്റെ തിരുസ്വരൂപമാണ് ഇതിനുള്ളിൽ ഇപ്പോഴും ഉള്ളത്. ഇനി നമ്മൾ തിരിച്ചു പോവാണ്. ഇവിടുന്ന് 20 മിനിറ്റ് നടന്നാൽ കന്യാകുമാരിയിലേക്ക് എത്താം. പോകുന്ന വഴി എവിടുന്ന് വേണമെങ്കിലും ഉച്ചഭക്ഷണവും കഴിക്കാം. പക്ഷെ നമ്മൾ ഇന്ന് രാവിലെ കയറിയ ശരവണ ഭവനിൽ കയറിയാണ് ഉച്ചഭക്ഷണം കഴിക്കുന്നത്. നമ്മുടെ ഉച്ചഭക്ഷണത്തിന് ശേഷം നേരെ നമ്മൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഗവൺമെന്റ് മ്യൂസിയത്തിലേക്കാണ്. പലതരത്തിലുള്ള സ്റ്റോൺ വർക്കുകളാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ തന്നെ. 10 രൂപയുടെ എൻട്രി ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് രാജകീയ നാണയങ്ങളും സ്റ്റഫ് ചെയ്തു വെച്ചിരിക്കുന്ന പക്ഷിമൃഗാദികളും തിമിംഗലത്തിന്റെ അസ്ഥികളും സ്റ്റോൺ ആർട്ട് വർക്കുകളും കാണാം. അകത്തേക്കുള്ള ഫോട്ടോ ആൻഡ് വീഡിയോഗ്രാഫി റെസ്ട്രിക്റ്റഡ് ആയതുകൊണ്ട് ഈ ഹെറിറ്റേജ് ആൻഡ് ആർട്ട് ഗാലറിയുടെ വൈവിധ്യമാർന്ന ശേഖരങ്ങളുടെ ഫൂട്ടേജ് ഇതിൽ ഉൾപ്പെടുത്താനായില്ല. ഇനി നമ്മുടെ അടുത്ത സ്പോട്ട് ഗാന്ധി മണ്ഡപമാണ്. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ അങ്ങോട്ടേക്കുള്ളൂ. ഇവിടേക്ക് പ്രവേശന ഫീസ് ഒന്നുമില്ല, പക്ഷെ നമ്മുടെ ചെരുപ്പ് സൂക്ഷിക്കാൻ ഒരു ചെറിയ ഫീസ് കൊടുക്കേണ്ടതുണ്ട്. ഒറീസയിലെ ക്ഷേത്രങ്ങളുടെ വാസ്തുവിദ്യ ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. ഈ ഗോപുരത്തിന് 79 അടി ഉയരമുണ്ട്. അങ്ങനെ പണികഴിപ്പിക്കാൻ ഒരു കാരണമുണ്ട്. ഗാന്ധിജി കൊല്ലപ്പെടുന്ന നേരത്ത് അദ്ദേഹത്തിന് 79 വയസ്സായിരുന്നു. 1956-ൽ ഗാന്ധിജിയുടെ ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്ഥലത്താണ് ഇത് പണികഴിപ്പിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, ഗാന്ധിജിയുടെ ജന്മദിനമായ ഒക്ടോബർ 2-ന് സൂര്യരശ്മി മണ്ഡപത്തിന് മുകളിലെ ദ്വാരത്തിലൂടെ കൃത്യമായി ചിതാഭസ്മം സൂക്ഷിച്ചിരുന്ന സ്ഥലത്തേക്ക് പ്രകാശിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണ രീതി.
ഈ കാണുന്ന ഗാന്ധി മണ്ഡപത്തോട് ചേർന്ന് ഒരു ഗാർഡനും ചെറിയൊരു പാർക്കും സജ്ജീകരിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ത്രിവേണി സംഗമത്തിലേക്കാണ്. അതിന് ഈ ഗാന്ധി മണ്ഡപത്തിന്റെ സൈഡിലൂടെ പോകാവുന്നതാണ്. അറബിക്കടൽ, ബംഗാൾ ഉൾക്കടൽ, ഇന്ത്യൻ മഹാസമുദ്രം എന്നീ 3 മഹാസമുദ്രങ്ങളുടെ കൂടിക്കാഴ്ചയാണല്ലോ ത്രിവേണി സംഗമം. ശരിക്കും നോക്കിയാൽ അറിയാം ഓരോ കടലിന്റെ വെള്ളത്തിന്റെയും നിറം വേറിട്ട് കാണിക്കുന്നത്. ഹിന്ദു വിശ്വാസപ്രകാരം ഈ സംഗമ സ്ഥാനത്ത് നിന്ന് മുങ്ങിക്കുടിക്കുന്നതും പിതൃബലി ഇടുന്നതും പുണ്യമാണ്. മലയാള സിനിമകളിൽ തന്നെ ഒരുപാട് തവണ വേദിയായ ഒരു സ്ഥലം കൂടിയാണ് ഈ ത്രിവേണി സംഗമം. അതുകൊണ്ടൊക്കെ കന്യാകുമാരി എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ മനസ്സിലോട്ട് വരുന്നതും ഈ ത്രിവേണി സംഗമം തന്നെയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ അകലെ കന്യാകുമാരിയുടെ വാച്ച് ടവർ ഒക്കെ കാണാം. കുറച്ചു നേരം ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ നല്ല രസമാണ്. സമയം പോകുന്നതേ അറിയില്ല. പൗർണമി നാളിൽ സൺറൈസും സൺസെറ്റും ഇവിടെ ഒരേ സമുദ്രത്തിന് മുകളിൽ നിന്ന് കാണാനാവുന്ന ലോകത്തിലെ അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ കന്യാകുമാരി. ഇനി ഇവിടെ വന്ന് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് കടകളുടെ ഒരു സ്ട്രീറ്റ് തന്നെ ഇവിടെ അടുത്തായി തന്നെയുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് ഗാന്ധി മണ്ഡപത്തിലെത്തി. ഈ കാണുന്ന വണ്ടിയിൽ കയറി നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായ സൺസെറ്റ് പോയിന്റിലേക്കാണ് ഇനി പോകുന്നത്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററോളം ഉണ്ട് അങ്ങോട്ടേക്ക്. ഈ അടുത്ത് ഉദ്ഘാടനം കഴിഞ്ഞ സർവീസാണിത്. വെറും 20 രൂപയാണ് വൺ സൈഡ് ഈടാക്കുന്നത്. തമിഴ്നാട് സർക്കാർ ലേഡീസിനായി തുടങ്ങിയ ഒരു സംരംഭമാണിത്. പോകുന്ന വഴിയിലായി തന്നെ നേരത്തെ കണ്ട വാച്ച് ടവർ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സൺസെറ്റ് പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കന്യാകുമാരിയിലെ സൺസെറ്റ് പോയിന്റ് ഇന്ത്യയിലെ സൂര്യാസ്തമയം നേരിട്ട് കാണാൻ കഴിയുന്ന ചില അപൂർവ സ്ഥലങ്ങളിൽ ഒന്നാണ്. അറബിക്കടലിൽ സൂര്യൻ ഉദിക്കുകയും ബംഗാൾ ഉൾക്കടലിൽ അസ്തമിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ ഇവിടെ വന്നാൽ മിസ് ചെയ്യാതെ കാണേണ്ടതാണ്. വൈകിട്ട് 6 മണി മുതൽ 6:45 വരെയാണ് സൂര്യാസ്തമയ സമയം. കാലാവസ്ഥ അനുസരിച്ച് ദിവസേന കാഴ്ച മാറും. ചില ദിവസങ്ങളിൽ മേഘങ്ങൾക്കിടയിലൂടെ ആ കാഴ്ച നഷ്ടമാവുകയും ചെയ്യും. അതുപോലൊരു ദിവസമായിരുന്നു ഇന്ന്. നമ്മുടെ ബാഡ് ലക്കിന് ആ കാഴ്ച മേഘം കൊണ്ടുപോയി. സാരമില്ല, അത് കന്യാകുമാരിയുടെ ഒരു ട്രിക്കായി കരുതാം. ഇനിയും ഇങ്ങോട്ടേക്ക് വരുത്താൻ ആകർഷിപ്പിക്കാൻ ചിലത് ബാക്കി വെക്കണ്ടേ? ഇനി ഈ കന്യാകുമാരി വൺ ഡേ ട്രിപ്പിന്റെ ചിലവൊന്ന് നോക്കാം. ബോട്ടിങ്ങിനായി 300 രൂപ, ബ്രേക്ക്ഫാസ്റ്റിനായി 110 രൂപ, ഓട്ടോ ചാർജായി 450 രൂപ, വട്ടക്കോട്ടെ ഫോർട്ടിനായി 25 രൂപ, ഉച്ചയൂണ് 189, വാക്സിൻ മ്യൂസിയം 120, ഗവൺമെന്റ് മ്യൂസിയം 10 രൂപ, ബഗ്ഗി സർവീസ് 40 രൂപ. അങ്ങനെ ചേർത്ത് നോക്കിയാൽ 1244 രൂപയാണ് കന്യാകുമാരി വന്നതിന് ശേഷമുള്ള ഈ ട്രിപ്പിന്റെ ടോട്ടൽ എക്സ്പെൻസ് വരുന്നത്. അങ്ങനെ നമ്മൾ കന്യാകുമാരി ജംഗ്ഷനിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കന്യാകുമാരി ബസ് സ്റ്റാൻഡിലേക്ക്. ഇപ്പൊ സമയം 7:10 ആയിട്ടുണ്ട്. 7:45 നമുക്ക് പാലക്കാടിനുള്ള മിന്നൽ ബസ് സർവീസ് ഉള്ളത്. ഇവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ചു വരുമ്പോഴേക്കും നമുക്ക് പോകാനുള്ള സമയമാവും. ഇതുപോലെ വൺ ഡേ ട്രിപ്പ് ഐറ്റിനറി നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലങ്ങൾ കമന്റ് ചെയ്യാമോ? വരും വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം.